പ്രിയപ്പെട്ടവരെ, മലയാളത്തിലെ പ്രസിദ്ധ കഥാകൃത്തായിരുന്ന ശ്രീ എൻ മോഹൻ്റെ ഓർമ്മദിനമാണ് ഇന്ന്. ഈ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തോടുള്ള ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ വായിക്കുകയാണ്. ടിബറ്റിലേക്കുള്ള വഴി. ജൂലി എന്നായിരുന്നില്ല അവളുടെ പേര്. പറയാനും ഓർമ്മിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള വേറെ എന്തോ ആയിരുന്നു. മറ്റെല്ലാ ടിബറ്റൻ വാക്കുകളും എന്ന പോലെ തന്നെ. പക്ഷെ അവളെ ജൂലി എന്ന് വിളിച്ചു വന്നു. തമ്മിൽ കാണാറുണ്ടായിരുന്ന എല്ലാ പ്രഭാതങ്ങളിലും അവൾ ആദ്യം പറയാറുണ്ടായിരുന്ന വാക്കാണത്, ജൂലി. അവളുടെ പ്രാകൃതമായ ടിബറ്റൻ ഭാഷയിൽ നമസ്കാരം എന്നോ മറ്റോ ആയിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം. മുഖം ചരിച്ചു പിടിച്ച് ഇടുങ്ങിയ കണ്ണുകൾ ഒന്നുകൂടി ചെറുതാക്കി മഞ്ഞ പല്ലുകൾ കാട്ടി മന്ദഹസിച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോൾ കാതിലെ പളുങ്കുഞാത്തുകളും തലയുടെ ഇരുവശത്തും പൊതിഞ്ഞ പെയ്റാക്കിലെ കാക്കപ്പൊന്നുകളും ഒപ്പം ഇളകിച്ചിരിച്ചിരുന്നു. ഒരു കാട്ടുപൂവ് പോലും കണി കാണാനില്ലാതിരുന്ന ഹിമശൂന്യതയിൽ അവളുടെ പുഞ്ചിരിയും ജൂലി എന്ന വാക്കും സ്നേഹത്തിൻ്റെ പൂച്ചെണ്ട് പോലെ അനുഭവപ്പെടുകയുണ്ടായി. കണ്ടുപിരിഞ്ഞ എത്രയോ പെൺകുട്ടികളിൽ ഒരുവൾ മാത്രമാണ് വാസ്തവത്തിൽ അവൾ. വിദൂര ഭൂഖണ്ഡങ്ങളിലെ തലസ്ഥാന നഗരികളിൽ, ഇന്നലത്തെ ഹിമപാതത്തിൻ്റെ ഓർമ്മയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന രാത്രികളിൽ, നൃത്തവും മദ്യവും വിളമ്പുന്ന ഹോട്ടൽ മുറികളിൽ, പാരീസിൽ, സെയ്ഗാണിൽ, സിയോളിൽ, പാലസ്റ്റീനിൽ, ഇവയെല്ലാം പോയ കാലത്തിൻ്റെ നിശാശാലകളിൽ വാടിയ പൂക്കളുടെ ചതഞ്ഞ സുഗന്ധവും വില കുറഞ്ഞ മദ്യത്തിൻ്റെ വൃത്തികെട്ട മണവും മാത്രം അവർ അവശേഷിപ്പിക്കുന്നു. ലഹരി പിടിപ്പിച്ച രാത്രികളുടെ ഓക്കാനം മാത്രമായി നിലനിൽക്കുന്നു. അവർ മാംസത്തിന് മാംസം മാത്രമായിരുന്നു. എന്നാൽ ജൂലിയുടെ കാര്യത്തിൽ അത് പറയുക വയ്യ. അറിയാൻ വയ്യാത്ത സംഗീതത്തിൻ്റെ പിടികിട്ടാത്ത താളത്തിനൊത്ത് അരകുലുക്കി ചുവടുവെച്ചിരുന്നില്ല അവൾ. വഴിപോക്കരെ കാത്തു നിൽക്കുന്ന സത്രവുമായിരുന്നില്ല അവൾ. മറിച്ച് സത്രം തേടി നടക്കുന്ന പരശതം ജീവിതങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ജൂലി. ആകയാൽ വേരോടെ പിഴുതെറിയപ്പെട്ട ജീവിത സഹസ്രങ്ങളുടെ അവിരാമമായ ഘോഷയാത്രയിൽ അവളെ എന്നും കണ്ടെത്തുന്നു. വിധിയുടെ കല്ലേറേറ്റ് ഒടിഞ്ഞ കാലുമായി മനസ്സിൻ്റെ വക്രപഥങ്ങളിലൂടെ ഏന്തി മുടന്തി നീങ്ങുന്നു. എന്നാണ് ജൂലി സത്രത്തിലെത്തിച്ചേരുക? ഉയർന്ന പർവ്വത ശൃംഗങ്ങളിലൂടെ വളഞ്ഞു പൊളഞ്ഞ് ടിബറ്റിലേക്ക് പോകുന്ന ദുർഘടവും ദീർഘവുമായ ചാങ് പാസിൻ്റെ നേരെ വേദനയുടെ നിഴലുകൾ വീണ കണ്ണുകൾ അയച്ചുകൊണ്ട് അന്നൊരിക്കൽ അവൾ പറഞ്ഞത് ഓർമ്മിക്കുന്നു. എത്താതിരിക്കില്ല, ഒരിക്കൽ തിരിച്ചെത്താതിരിക്കില്ല. രാഷ്ട്രീയ ശൈലിയുടെ കൃത്രിമമായ വീറോടെയല്ല, ഉച്ചഭാഷണിയുടെ ഭീഷണമായ മുഴക്കത്തോടെയല്ല, അവൾക്കും അവളെപ്പോലെയുള്ള പാവപ്പെട്ട ഉൾനാടൻ പെണ്ണുങ്ങൾക്കും മാത്രം പറയാനാവുന്ന ലളിതവും മോഹാന്തവുമായ സ്വരത്തിൽ. എത്താതിരിക്കില്ല, ഒരിക്കൽ തിരിച്ചെത്താതിരിക്കില്ല. വളഞ്ഞു നീണ്ട വഴിയുടെ അങ്ങേയറ്റത്തെവിടെയോ അവളുടെ സത്രമുണ്ട്. ശിലാശൈലങ്ങൾക്കും ഹിമകേദാരങ്ങൾക്കുമിടയിൽ എവിടെയോ ഉള്ള പ്രശാന്തമായ ടിബറ്റ്. അവിടെ വസന്തത്തിൽ മഞ്ഞുരുകി വീഴുമ്പോൾ നീർച്ചോലകൾ കുണുങ്ങിച്ചിരിക്കുന്നുണ്ടാകും. അവയുടെ തീരത്ത് ചെമ്മരിയാടുകളും യാക്കുകളും ശോക്കകളും മേഞ്ഞു നടക്കുന്നുണ്ടാവും. കൽക്കെട്ടുകൾ കൊണ്ട് വരമ്പിട്ട പാടങ്ങളിൽ ബാർലിയും ഗ്രാമം പാകമായി കാത്തുനിൽപ്പുണ്ടാവും. എങ്ങനെയാണ് തിരിച്ചെത്താതിരിക്കുക? പക്ഷെ ശിലാശിഖരങ്ങളിൽ ചുവന്ന സൂര്യൻ്റെ പ്രകാശം വീണപ്പോൾ അവളുടെ ആഗ്രഹത്തെ പരിഹസിക്കുകയാണെന്നേ തോന്നിയുള്ളൂ. സത്രം തേടിയുള്ള യാത്ര ഒരു സത്രത്തിൽ വെച്ച് തന്നെയാണ് അവളെ പരിചയമായതെന്നുള്ളതും എത്രയോ യാദൃച്ഛികമായിരിക്കുന്നു. ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേ പട്ടണത്തിലെ മുസാവരി ബംഗ്ലാവിൽ വെച്ച് 1962 ചൈനീസ് ആക്രമണത്തിന് ശേഷമുള്ള ഡിസംബറിൽ കഠിനമായ ഹിമവർഷത്തിൻ്റെ മധ്യകാലത്ത് ലേയിൽ ചെന്നുപെട്ട ഒരു പത്രപ്രവർത്തകനായിരുന്നു അയാൾ. ജമ്മുവിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കയറുന്നതിന് മുമ്പ് വേണ്ടത്ര മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നതാണ്. കൊടും തണുപ്പ്, പ്രാണവായുവിൻ്റെ കുറവുകൊണ്ടുള്ള ശ്വാസം മുട്ടൽ, സ്നോ ബൈറ്റ്. പക്ഷേ അനസ്യൂതമായി ഉണ്ടായേക്കാവുന്ന ഛർദിയെപ്പറ്റി ആരും പറഞ്ഞു തന്നില്ല. ലേയിലെ വിമാനത്താവളത്തിൽ നിന്ന് 300 അടി ഉയരത്തിലുള്ള പട്ടണത്തിലേക്ക് ചെങ്കുത്തായ മലമ്പാതയിലൂടെ ജീപ്പിൽ കുടുങ്ങി പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഛർദി വന്ന് ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. മുസാവരി ബംഗ്ലാവിലെത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീണുപോയി. തളർന്നങ്ങനെ കിടക്കുമ്പോഴാണ് ആദ്യമായി അവളെ കണ്ടത്. മുറി വൃത്തിയാക്കി തരുവാൻ വന്നതായിരുന്നു അവൾ. പിന്നീട് അവിടെയുണ്ടായിരുന്ന 10 ദിവസങ്ങളിലും പതിവുള്ളതുപോലെ ജൂലി എന്ന് പറഞ്ഞ് വന്ദിച്ചുകൊണ്ട് തന്നെ അവൾ കടന്നു വന്നു. ആദ്യമായി കണ്ടപ്പോൾ സത്യത്തിൽ അത് അവളാണെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല. എങ്ങനെ അറിയാനാണ്? ചുമരിൽ വെഞ്ചാമരം പോലെ രോമക്കെട്ടുകളുള്ള അയഞ്ഞു കിടക്കുന്ന തടിയൻ കമ്പിളിക്കെട്ടുകളും ഇരുവശത്തേക്കും പിന്നിയിട്ട മുടിയും ടിബറ്റൻ പ്രാർത്ഥനാലിപികളിൽ വരച്ച വഞ്ചിത്തൊപ്പികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ഉപയോഗിക്കുന്ന വേഷങ്ങളാണ്. പുരുഷന്മാർക്ക് മുഖത്തൊരു രോമം പോലും ഉണ്ടായിരിക്കുന്നുമില്ല. പിന്നെ എങ്ങനെ തിരിച്ചറിയും? പക്ഷേ കുനിഞ്ഞു നിന്ന് മുറി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ
അയാൾ ചെരിഞ്ഞു നോക്കി. മേൽക്കുപ്പായത്തിൻ്റെ കുടുക്കുകൾക്കിടയിലൂടെ കണ്ടു. ഭേഷ്, പെണ്ണ് തന്നെ, സന്തോഷം. അതിനുശേഷം അവളെ വിളിച്ചു വന്നു ജൂലി. അത്ഭുതപ്പെട്ടുപോയി. ഏതെല്ലാം ഭാഷകൾ അവൾ വശമാക്കിയിരിക്കുന്നു. സിക്കിമീസ്, ഹിന്ദി, ഇംഗ്ലീഷ്, ലഡാക്കി. അവൾ നിർവികാരയായി പറഞ്ഞു തന്നു. ഏതെല്ലാം നാട്ടിലൂടെ ഓടേണ്ടി വന്നു. അവിടങ്ങളിലെ ഭാഷയാണ്. തെണ്ടിയുടെ ജീവിതമല്ലേ, എല്ലാം സ്വയം പഠിച്ചു പോകുന്നു. തെണ്ടിത്തിരിയൽ തന്നെയാണ് എൻ്റെയും ജോലി എന്ന് അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. വീട് വിട്ടിട്ട് വർഷങ്ങളായി. സംഭവങ്ങളിൽ നിന്ന് സംഭവങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വാർത്തകളിൽ നിന്നും വാർത്തകളിലേക്ക്, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക്. കോങ്കോയിൽ, ക്യൂബയിൽ, ലാവോസിൽ, കൊറിയയിൽ, സൈപ്രസിൽ. ഇതാ ഇപ്പോൾ ലോകത്തിൻ്റെ ഈ മേൽക്കൂരയിൽ പോലും. ഒരു വൃത്താന്തവും എങ്ങും കാത്തു നിൽക്കുന്നില്ല. തേടി തേടി അലയുന്നു. ഇതും തെണ്ടൽ തന്നെയല്ലേ? മിണ്ടാനും കൂടാനും ആരോരുമില്ലാതിരുന്ന ആ ശൈത്യഭൂമിയിൽ ഒരു താൽക്കാലിക ചങ്ങാത്തത്തിന് ചൂണ്ടയിടുകയായിരുന്നു. ഒരു തമാശ ബന്ധത്തിന് ഉപക്രമം തേടുകയായിരുന്നു. എന്നാൽ അവളൊന്നും പറയുകയുണ്ടായില്ല. വിറകുകൊള്ളികൾ നിറച്ച ചുരൽ വെട്ടി ചുമലിൽ തൂക്കിക്കൊണ്ട് ഇറങ്ങിപ്പോവുക മാത്രം ചെയ്തു. തുടക്കം തന്നെ ഫലിച്ചില്ലെന്നുണ്ടോ? തൻ്റെ കഷ്ടജീവിതവുമായി സ്വയം താരതമ്യപ്പെടുത്തി സംസാരിച്ച ഈ പത്രക്കാരൻ ബഡാ സാഹിബിൻ്റെ ഹൃദയശൂന്യത അവളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാകുമോ? ഒരു പത്രപ്രവർത്തകന്റെ ദൃക്സാക്ഷി വിവരണത്തിലെ നിർവികാരമായ പദപ്രയോഗമായിരുന്നില്ലല്ലോ അവൾ. കാനേഷുമാരിയിലെ ഒരക്കം മാത്രമായിരുന്നില്ലല്ലോ അവൾ. സംഭവങ്ങളുടെ കനത്ത ചക്രങ്ങൾ ചതച്ചരച്ച നൂറായിരങ്ങളിൽ ഒന്നായിരുന്നു ജൂലി. അവളുടെ മുഖത്തിൻ്റെ ഛായ മനസ്സിലില്ല. അവൾ സുന്ദരിയായിരുന്നു എന്ന് പറയുകയുമില്ല. പതിഞ്ഞ മൂക്കും ഇടുങ്ങിയ കണ്ണുകളുമുള്ള മംഗോളിയൻ മുഖങ്ങളിൽ നിന്ന് അവളെ വേർതിരിച്ച് കാണാൻ ഒരിക്കലും ആവുകയുമില്ല. പക്ഷേ വേട്ടയാടപ്പെടുന്ന ജീവിതത്തിൻ്റെ ഈ പലായനം മനസ്സിൻ്റെ മലയിടുക്കുകളിലൂടെയാകുന്നു. ഇവിടെ ആ കാലൊച്ച മുഴക്കമുണ്ടാക്കുന്നു. ഛായ പോലും ഓർമ്മയില്ലാത്ത ആ ടിബറ്റൻ അഭയാർത്ഥിനിയെ മറക്കാനാവുകയില്ല. ഛർദ്ദിച്ച് തളർന്നു കിടന്ന ആദ്യ ദിവസങ്ങളിൽ അവളുടെ പരിചരണം അത്ഭുതകരമാവണ്ണം ആശ്വാസകരമായിരുന്നു. അവൾ ഉണ്ടാക്കിത്തന്ന കാട്ടുമരുന്ന് അങ്ങേയറ്റം ഫലപ്രദവും ലോകത്തിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമികളിലൊന്നിലെ പ്രാണവായുവില്ലാത്ത നേർത്ത അന്തരീക്ഷത്തിൻ്റെ ദുസ്സഹമായ തണുപ്പിൽ വെച്ചാണ് ഏകാന്തമായ വേദനയുടെ ആ ജീവിത കഥകൾ അവൾ പറഞ്ഞു തന്നത്. ഭൂമിയുടെ മോന്തായമെന്ന് വിളിക്കപ്പെടുന്ന ടിബറ്റിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒന്നിൽ കൃഷിയും കൈത്തൊഴിലുമായി കഴിഞ്ഞു വന്ന സംതൃപ്തമായൊരു കുടുംബം ഛിന്ന ഭിന്നമാക്കപ്പെട്ട കഥ. 1950 പൊടുന്നനെയുണ്ടായ ചൈനീസ് ആക്രമണത്തെ തുടർന്ന് വീടും നാടും വിട്ട് ഓടേണ്ടി വന്ന ഒരു ജനതയുടെ ദുരന്ത കഥ. സങ്കടത്തിൻ്റെ നിറകുടം പോലെയുള്ള കണ്ണുകളിൽ ആശയുടെ പ്രതിച്ഛായകൾ ചലിപ്പിച്ചുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ കഷ്ടജീവിതത്തിൻ്റെ കെട്ടും ബാണ്ഡവുമായി ചിതറിയോടുന്ന ഒരു സാർത്ഥവാഹക സംഘത്തിൻ്റെ ദയനീയ ചിത്രം മനസ്സിൽ തെളിയുകയുണ്ടായി. ഒരു പത്ര റിപ്പോർട്ടിലെ കറുത്ത അക്ഷരങ്ങളായിട്ടല്ല, കണ്ണീരും ചോരയും പുരണ്ട ജീവിതമായി തന്നെ. മൈസൂറിലെയും ഡൽഹൌസിയിലെയും ധർമ്മശാലയിലെയും ടിബറ്റൻ അഭയാർത്ഥി കോളനികൾ അയാൾ മുമ്പ് സന്ദർശിച്ചിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ പകിട തെറ്റി വീണപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട വൃത്തിശൂന്യരായ ഒരു പറ്റം മനുഷ്യരുടെ കൂടാരങ്ങളിൽ എന്നല്ലാതെ മറ്റൊന്നും അന്ന് തോന്നിയിരുന്നില്ല. ആ നഷ്ടരാഷ്ട്രീയത്തെപ്പറ്റി അന്ന് എഴുതിത്തള്ളിയ റിപ്പോർട്ടുകളിലെ കൃത്രിമമായ ആവേശം ഈ ജീവിത പശ്ചാത്തലത്തിൽ ഓർമ്മിക്കുവാൻ ശ്രമിച്ചപ്പോൾ ലജ്ജയുണ്ടായി. ആപ്പിളും ആപ്രിക്കോട്ടും തിന്ന് ബാർലിയും ഗ്രാമും കൊയ്ത് യാക്കിനെയും മേച്ച് പ്രാർത്ഥനാ ചക്രങ്ങളും കറക്കി പ്രശാന്തമായ ജീവിതത്തിൻ്റെ ഗോങ് പകലിൽ കഴിഞ്ഞിരുന്നവർ ഇതാ ഇവിടെ യുദ്ധഭൂമികളിലേക്കുള്ള കാട്ടുപാതകൾ വെട്ടിയൊരുക്കുന്നു. ടിബറ്റൻ അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും അവിടെ റോഡ് പണിക്കാരായിരുന്നു. ജൂലിയുടെ വീട്ടുകാരെ പോലെ തന്നെ. വീട്ടുകാരെന്നോ? അതെ. ലാസയിൽ നിന്ന് ലേ വരെയുള്ള അനന്തതയുടെ ഈ നീണ്ട വഴിയിൽ കൊഴിഞ്ഞു വീണുപോയ അച്ഛനും ഒരനിയനും ഒഴിച്ച് മറ്റുള്ളവരെല്ലാം. ചേച്ചിമാർ, അനിയൻ, അമ്മ. ലേയിൽ നിന്ന് ചുഷൂളിലേക്കും ദൗലത് ബാഗ് ഓൾഡിയിലേക്കും പോകുന്ന നിരത്തുകളിലെ ഇരുഭാഗങ്ങളിലുമായി മൺവെട്ടിയും കോരികയുമായി നിൽക്കുന്ന കരിമ്പട കുപ്പായങ്ങൾക്കുള്ളിൽ അവരുമുണ്ടാകാം. കുനിഞ്ഞു നിന്ന് വെട്ടുന്നുണ്ടാവാം, മണ്ണ് കോരുന്നുണ്ടാവാം. മൂക്കിൽ നിന്ന് ഒലിപ്പിച്ച് കീറിയ കമ്പിളിക്കുപ്പായത്തിലൂടെ നീട്ടിയ കൈകൾ കൊണ്ട് കല്ലുവാരി കളിക്കവേ പാഞ്ഞുപോയ ജീപ്പിലേക്ക് മുഖമുയർത്തി നോക്കിയ ആ പിഞ്ചുബാലൻ നിന്റെ ആരാണ്? തീരാദുരിതത്തിൻ്റെ ഇടുങ്ങിയ കിണറുപോലെയുള്ള കണ്ണുകൾ മനസ്സിൽ കുഴിച്ചിട്ടതുപോലെ ഇനിയും കിടക്കുന്നു. ദൂരെ ദൂരെയുള്ള ടിബറ്റൻ പർവ്വത സാനുക്കളിൽ ബാർലിപ്പാടത്തിൽ നിന്ന് ബാർലിപ്പാടത്തിലേക്ക് നീങ്ങവേ അമ്മയുടെ പിൻചുമലിലെ മാറാപ്പിൽ വിരൽ നുണഞ്ഞു കിടന്ന അവൻ എത്ര സുദീർഘമായ യാത്ര ചെയ്തിരിക്കുന്നു ഇവിടെ എത്താൻ. മുസാവരി ബംഗ്ലാവിനോട് ചേർന്ന് തന്നെയായിരുന്നു ആ അഭയാർത്ഥി കോളനിയും. വരാന്തയിൽ നിന്ന് നോക്കിയാൽ ചൂടില്ലാത്ത സൂര്യൻ്റെ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൽ കാണാം ചെളിയും മണ്ണും പൊടിയും കുഴഞ്ഞ തുണിക്കൂടാരങ്ങൾ, ചിരട്ടകൾ കമഴ്ത്തിയതുപോലെ. അതിനുള്ളിൽ വൃദ്ധരും യുവാക്കളും കുട്ടികളുമായ കുറേ മനുഷ്യരും
പന്നി, യാക്ക്, സോ എന്നീ മൃഗങ്ങളും സൗഹൃദത്തോടെ വാഴുന്നു. ദുർഗന്ധം ഏത് സന്ദർശകനെയും തല്ലിയോടിക്കുന്നു. ആർക്കും രോഗമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ കൊടിയ തണുപ്പിൽ രോഗാണുക്കൾ നശിച്ചു പോകുന്നു തന്നെയാവണം കാര്യം. അതോ കോളനിയുടെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന കമ്പുകളിലായി കെട്ടിവിധാനിച്ചിട്ടുള്ള പീതതോരണങ്ങളിലെ പ്രാർത്ഥനാലിപികളുടെ അനസ്യൂതവും അവിരാവുമായ പ്രാർത്ഥന കൊണ്ടോ? നിർവ്വാണത്തിലേക്കുള്ള ദുർഘടമായ മാർഗം പോലെ വിചിത്ര വരകളുള്ള പ്രാർത്ഥനാലിപികൾ എപ്പോഴും കാറ്റിൽ പാറിക്കളിച്ചു. അവയ്ക്കപ്പുറം ആകാശരേഖയിൽ മേടുകളും കാടുകളും മലയിടുക്കുകളും കയറി ഇറങ്ങി നീങ്ങുന്നു. ചാങ് പാസിന്റെ അവ്യക്ത ദൃശ്യം. സൂര്യരശ്മികൾ, സപ്തവർണ്ണങ്ങൾ ഉതിർക്കുന്ന ഹിമശകലങ്ങൾ, എമ്പാടും പാറി നടക്കുന്ന നേർത്ത അന്തരീക്ഷവും. പ്രഭാതങ്ങളിൽ വെറുതെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. അതിഥികളാരും ഉണ്ടാകാറില്ലാത്ത ഈ മുസാവരി ബംഗ്ലാവിൽ ജോലിക്കാരിയായതെങ്ങനെയെന്ന് ഒരിക്കൽ ജൂലിയോട് ചോദിക്കുകയുണ്ടായി. മറ്റെല്ലാവരും റോഡ് പണിക്ക് പോകുമ്പോൾ അവൾ മാത്രമെന്തേ പോയില്ല? അപ്പോൾ തടിച്ച രോമക്കുപ്പായം പൊക്കിപ്പിടിച്ച് അവൾ കണങ്കാളിൻ്റെ മുകൾ ഭാഗം കാണിച്ചു തരികയുണ്ടായി. ഇടത്തെ കാലിൻ്റെ മുട്ടിനു താഴെ ഒടിഞ്ഞ എല്ലുകൾ കൂട്ടിച്ചേർത്തതിൻ്റെ തടിച്ച മുഴയും കറുത്ത കലയും. റോഡ് പണിക്ക് മണ്ണ് ചുമന്നുകൊണ്ടിരുന്നപ്പോൾ പാറ പൊട്ടിത്തെറിച്ച് വീണതാണത്രേ. അതിനുശേഷം ആ മാതിരി ജോലി ചെയ്യാൻ വഴിയ. നടക്കുമ്പോൾ ഉള്ള നേരിയ മുടമ്പ് കറുത്ത കമ്പിളിക്കുപ്പായത്തിൻ്റെ ഭാരം കൊണ്ടാണെന്ന് ആയിരുന്നല്ലോ അയാൾ വിചാരിച്ചിരുന്നത്. ചുഷൂളിലും ഡോംചോക്കിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ പട്ടാളക്കാരുടെ ഹെലികോപ്റ്ററുകളിൽ പോയി മടങ്ങി വന്ന ദിവസങ്ങളിൽ പത്രത്തിന് അയക്കേണ്ട വാർത്തകൾ തനിച്ചിരുന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ പാലും പഞ്ചസാരയുമില്ലാത്ത ചായ തയ്യാറാക്കി തരുമായിരുന്നു. മുറിയിലെ അടുപ്പിൽ കാട്ടുകൊള്ളികൾ കൊണ്ട് തീയുണ്ടാക്കി ചൂടാക്കുമായിരുന്നു. ഇടയ്ക്ക് തലപൊക്കി നോക്കിയാൽ കാണാം, ഇരുണ്ട മുറിയുടെ മൂലയിൽ ആളിക്കത്തുന്ന തീജ്വാലകളിലൂടെ നിശ്ചൂന്യതയിലേക്ക് നോക്കി കുമ്പിട്ടിരിക്കുന്നു. അതോ നെടുവീർപ്പിട്ടിരിക്കുന്നുവോ? പിന്നിലെ ഭിത്തിയിൽ ദുഃഖമറിയാത്ത അപ്സരകന്യകകളെപ്പോലെ ജ്വാലയുടെ നിഴലുകൾ നൃത്തമാടുന്നു. ആ തണുത്ത വിജനതയിൽ അവളെ അങ്ങനെ നോക്കിയിരിക്കവേ ഉള്ളിലെ കമ്പികൾ വലിഞ്ഞു മുറുകി. ചില ഈണങ്ങൾ പൊന്തിവരികയുണ്ടായി. ഏതോ മധുരഗാനത്തിൻ്റെ ഈണമെന്ന് പറയുക വയ്യ. ഏതോ മൃഗത്തിൻ്റെ അവ്യക്തമായ മുരളൽ പോലെ. മനസ്സിൻ്റെ ഏകാന്ത സരോവരങ്ങൾ കുലം കുത്തി കലക്കാറുള്ള ആ കാട്ടുമൃഗത്തിൻ്റെ വീടും കുടിയുമില്ലാത്ത ഒരു പത്രപ്രവർത്തകന്റെ സാഹസികയാത്രയ്ക്കിടയിലെ ഏക സാന്ത്വനം പെണ്ണും മദ്യവും മാത്രമായിരുന്നല്ലോ. ഈ നിത്യസഞ്ചാരത്തിനിടയിൽ വഴിയമ്പലങ്ങളിൽ ഉറങ്ങി, കെട്ടിയ വെള്ളം കുടിച്ചു, കണ്ട മാംസം കഴിച്ചു, മറക്കാൻ മദ്യം കൊടുത്തു, കറങ്ങി കുലുങ്ങി നൃത്തം വച്ചു കരഞ്ഞു. പറയുന്ന കഥ കേൾക്കവേ കെട്ടിപ്പിടിച്ചു കിടന്ന് ദുഃഖത്തിന്റെ ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നു. ബെർലിനിൽ, വിയന്റിനിൽ, ബാഗ്ദാദിൽ, മാനിലയിൽ. എന്നിട്ട് മനുഷ്യൻ വരച്ചിട്ട അതിർരേഖകളും മാറ്റിയിട്ട സർവേ കല്ലുകളും കൂടി കടപുഴക്കിയെറിഞ്ഞ ദുരന്ത ജീവിതങ്ങളെപ്പറ്റി വാചാലമായ റിപ്പോർട്ടുകൾ അയച്ചു. കണ്ടും കേട്ടും മടുത്ത വികാരശൂന്യമായ പേന കൊണ്ട് പൊള്ളയായ സങ്കടം അഭിനയിച്ചു. എന്നും എങ്ങും എവിടെയും കുമ്പിട്ടിരിക്കുന്ന ജൂലിയെയും പിന്നിൽ നൃത്തമാടുന്ന നെയിലുകളെയും നോക്കിയിരിക്കവേ ഉദ്വേഗജനകമാമണ്ണം പാവാട ഉയർത്തി അരക്കെട്ട് കുലുക്കി താളം തെറ്റുന്ന ചുവടുകളോടെ നെയിലുകൾ മനസ്സിലൂടെ മാറി മാറി കറങ്ങി ചുറ്റി വന്നു. ഛ താരംഭം താരാരംഭം. പക്ഷേ പച്ചമാംസം കണ്ടിട്ടും മുരണ്ട് കിടക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഒരു ചുവട് വയ്ക്കാൻ അധൈര്യമായിരുന്നു. ആ കമ്പിളിക്കെട്ടിനുള്ളിൽ മാംസവും രക്തവുമുള്ള ഒരു പെണ്ണാണുള്ളത് എന്നതിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുമാത്രവുമല്ല, ലഡാക്കിലെ ഡെപ്യൂട്ടി കമ്മീഷണർ മിസ്റ്റർ സന്ത് ടിബറ്റുകാരുടെയും ലഡാക്കികളുടെയും വിചിത്രങ്ങളായ രീതികളെപ്പറ്റിയും ദൃഢവിശ്വാസങ്ങളെപ്പറ്റിയും സ്വഭാവ പ്രത്യേകതകളെപ്പറ്റിയും വിശദമായി പറഞ്ഞു തരികയും ചെയ്തിരുന്നു. വല്ലാത്തൊരു പറ്റം വിശ്വാസികളാണ് ടിബറ്റുകാർ. ഒരു തെറ്റിന് ഒരു കാലത്തും മാപ്പ് കൊടുക്കുകയില്ല. പറ്റം ചേർന്ന് പതിയിരുന്ന് പകവീട്ടും. കുതിരയും പട്ടാളക്കാരും മാത്രം കുടിക്കാറുള്ള തീക്ഷണമായ പാനീയം പകർന്നു തന്നുകൊണ്ട് തടിയനായ താടിക്കാരൻ പറഞ്ഞു തന്നത് അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരുന്നു. ബഹുഭർത്തൃത്വം, ലാമാ സമ്പ്രദായം, പ്രാർത്ഥനാചക്രങ്ങൾ, ജപഭിത്തികൾ. ടിബറ്റൻ പെൺകുട്ടികളിൽ മൂത്തവൾക്ക് മാത്രമേ വിവാഹം പാടുണ്ടായിരുന്നുള്ളൂ. ഇളയവരെല്ലാം നിത്യകന്യകമാരായ ബുദ്ധസന്യാസിനിമാരാകേണ്ടവർ. അറിയാതൊന്നു തെറ്റിപ്പോയാൽ മരണം മാത്രമാണ് പിഴ. ജൂലി ഇളയവളായിരുന്നു. വിശ്വാസത്തിൻ്റെ കാരിരുമ്പു കവചം അവളെ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവാം. ഒരു ചുവട് വച്ചാൽ അപകടമായേക്കും. എന്നാൽ നേരിയ മുഴന്തുള്ള ഇടതുകാലം കൊണ്ട് അയാൾക്ക് വഴികാട്ടിയായി വന്ന് പട്ടണം മുഴുവൻ കാണിച്ചു കൊടുത്തൊരു പെണ്ണുമായി ക്രമത്തിൽ അടുത്തു. കളിമണ്ണും കരിങ്കല്ലും കൊണ്ടുണ്ടാക്കിയ വൃത്തികെട്ട പീടികകളുടെ ഇടയിലൂടെ ഇഴഞ്ഞുകിടന്ന വീതിയില്ലാത്ത പട്ടണത്തെരുവിൽ നടന്നു. ഭാരമേറിയ രോമക്കുപ്പായങ്ങൾ ധരിച്ച മനുഷ്യരും കമ്പിളി രോമങ്ങളുള്ള മൃഗങ്ങളും തിരക്കിട്ട് പോകവേ പൊടിയാർക്കുന്ന തെരുവ്. ഹുക്ക വലിച്ചിരിക്കുന്ന പഞ്ചാബി കച്ചവടക്കാരെയും വഴിയരികിൽ നുണ പറഞ്ഞിരുന്നു ചൂടില്ലാത്ത വെയിൽ കായുന്ന പെണ്ണുങ്ങളെയും കണ്ടു. ഭാരിച്ച ഭാണ്ഡങ്ങളും പേറി പ്രയാസപ്പെട്ട് നീങ്ങുന്ന ഒട്ടക സംഘങ്ങളുടെ കൂട്ടത്തിൽ ഗ്രാമവീഥിയിലൂടെ നടന്നു.
വഴിയരികിലെ പ്രാർത്ഥനാചക്രങ്ങൾ കറങ്ങുന്നത് കണ്ടു. നിതാന്ത പ്രാർത്ഥനയിൽ ലയിച്ചു കിടക്കുന്ന ജപഭിത്തികൾ കണ്ടു. ഓം പത്മേഹും. ഒരു ദിവസം പട്ടണത്തിൻ്റെ ഓരത്ത് ഉയർന്ന കുന്നിൻ്റെ കൊടുമുടിയിലുള്ള ബുദ്ധവിഹാരം കാണാൻ പോയി. കറുത്ത ഗുഹാമുഖങ്ങൾക്കുള്ളിലെ തണുത്ത ശീലാതളിമങ്ങളിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് പഴയ ടിബറ്റൻ ഗ്രന്ഥങ്ങൾ ഉരുവിടുന്ന വൃദ്ധരായ ലാമമാർ, ആട്ടിൻതോലുകൊണ്ടുള്ള പ്രാകൃത വാദ്യങ്ങളിൽ ദുഃഖപൂർണമായ താളമുയർത്തുന്ന കുട്ടിലാമമാർ, പ്രാർത്ഥനാലിപികൾ നിറഞ്ഞ ടങ്കകൾ, മുഖമൂടികൾ അണിഞ്ഞ ബീഭത്സരൂപികളായ കഥാപാത്രങ്ങൾ, ആസുരവാദ്യങ്ങളുടെ കിടുങ്ങുന്ന താളത്തിനൊത്തു തുള്ളുന്ന യക്ഷിയാട്ടവും കാണുകയുണ്ടായി. ബുദ്ധവിഹാരത്തിന് താഴെ ലഡാക്കിലെ പണ്ടത്തെ രാജാവിൻ്റെ പഴയ കൊട്ടാരവും കണ്ട് മടങ്ങുമ്പോൾ നിരത്തിൻ്റെ ചുവട്ടിൽ കുന്നുകൾ സന്ധിക്കുന്ന ഭീതിതമായ ചെരുവിൽ ഉറഞ്ഞുകിടന്ന മഞ്ഞുകട്ടകളിൽ ഞടുക്കുന്ന മറ്റൊരു കാഴ്ചയും കണ്ടു. മരണത്തിൻ്റെ മരവിച്ച മുഖം. ഒന്നേ നോക്കിയുള്ളൂ, ഇടുങ്ങിയ കണ്ണുകളും പതിഞ്ഞ മൂക്കും. ഒറ്റ നോട്ടത്തിൽ ജൂലിയാണെന്നേ തോന്നൂ. അറിയാതെ തിരിഞ്ഞ കൂട്ടത്തിൽ ഭയന്ന് തരിച്ചു നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോവുക കൂടി ചെയ്തു. പിന്നെ പതുക്കെ കണ്ണുകൾ പിൻവലിച്ചു. മുന്നിൽ ഹിമശയ്യയിൽ മരണം ഉറഞ്ഞു കിടക്കുന്നു. കൂടി നിന്നവരിൽ ആരോ പറഞ്ഞു, ചെമ്മരിയാടുകൾ മേച്ചു നടന്ന ഏതോ ഇടയബാലികയാണ്, മഞ്ഞിൽ കാഴ്വഴുതി വീഴാവണം. അവിടം പിന്നിട്ട് നടക്കുമ്പോൾ മൗനം ഭീകരനായ ഒരു രാക്ഷസനെ പോലെ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ തിക്കി തിരക്കി നടന്നു. കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുവഴിയിൽ അന്ന് ആദ്യമായി അവളെ താങ്ങിപ്പിടിക്കേണ്ടി വന്നു, ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കേണ്ടി വന്നു. ജീവിതത്തിലേക്കുള്ള ദുഷ്കരമായ കാട്ടുപാതയിൽ നിന്ന് മരണത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ട ആ പാവപ്പെട്ട ഇടയബാലികയുടെ മരവിച്ച മുഖവും ഇമയടയാത്ത കണ്ണുകളും പേടിസ്വപ്നം പോലെ പിന്തുടർന്നിരുന്നു. മനസ്സാകെ ചകിതമായി തീർന്നിരിക്കുന്നു. വൈകുന്നേരം തളർന്ന മനസ്സോടെ ടൈപ്പ് ചെയ്യാനിരുന്നപ്പോൾ ജൂലി വന്നു. കമ്പിളി കെട്ടിയ ടിബറ്റൻ മന്തയിൽ നിന്ന് വീട്ടിൽ വാറ്റുന്ന വീര്യം കൂടിയ ചാൻഗ് എന്ന മദ്യം പകർന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പ്രസാദമാണ്, കഴിച്ചാൽ പ്രേതം ഉപദ്രവിക്കുകയില്ല. ജീവിതത്തിൻ്റെ പർവ്വത സാനുക്കളിൽ കാൽവഴുതി വീണ് മരിച്ചുപോയ ആ പാവപ്പെട്ട പെൺകിടാവിൻ്റെ പ്രേതത്തെപ്പറ്റിയാവണം പറഞ്ഞത്. ഭയവിവശമായ മുഖം അത് വ്യക്തമാക്കിയിരുന്നു. ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങളെയല്ലാതെ മരിച്ചുപോയ പ്രേതങ്ങളെ ഭയമില്ലെന്ന് അയാൾ പറയാൻ പോയില്ല. ചാൻഗ് മോന്തിക്കൊണ്ടിരിക്കവേ വിഷയം മാറ്റാനായി ഒച്ച ചെരിയിച്ച് ചോദിക്കുക മാത്രം ചെയ്തു. ജൂലി, ടിബറ്റൻ രീതി അനുസരിച്ച് ഞാനല്ലേ ചാൻഗ് നൽകേണ്ടത്? വിവാഹനിശ്ചയത്തിന് വരൻ ചാൻഗും ധാന്യങ്ങളും വസ്ത്രങ്ങളും വധുവിന് നൽകണമെന്ന ടിബറ്റൻ ആചാരത്തെ സൂചിപ്പിച്ചായിരുന്നു അത് പറഞ്ഞത്. അവൾക്കത് മനസ്സിലാവുകയും ചെയ്തു. കവളിൽ അരുണിമ പരക്കുന്നത് കാണാൻ കാത്തിരിക്കവേ അവൾ മുഖം തിരിച്ച് നടന്നുപോയി. അടുപ്പിൽ കൊള്ളികൾ അടുക്കാൻ ആരംഭിച്ചു. തീജ്വാലകൾ മെല്ലെ നൃത്തം വെച്ച് തുടങ്ങിയപ്പോൾ വീണ്ടും വെറുതെ ചോദിച്ചു, ജൂലി, നീ മൂത്ത മകളല്ലല്ലോ, പിന്നെന്തേ ബുദ്ധസന്യാസിനി ആയില്ല? ഉറഞ്ഞുകിടന്ന സിന്ധു നദി പോലെ ഹിമാർദ്രമായ മുഖത്ത് ചോരയുടെ നേരിയ ചുവപ്പ് പരത്തിക്കൊണ്ട് അപ്പോൾ അവൾ പറഞ്ഞു, ആവാതിരിക്കില്ല, ഒരിക്കൽ ആവാതിരിക്കയില്ല. യാക്കുകളും ചെമ്മരിയാടുകളും മേഞ്ഞു നടക്കുന്ന താഴ്വാരങ്ങളും സന്ധ്യാവന്ദനത്തിൻ്റെ പ്രാർത്ഥനാമന്ത്രങ്ങൾ മുഴക്കുന്ന ഗോങ്പകളും നിറഞ്ഞ പ്രശാന്തസുന്ദരമായ ഒരു ടിബറ്റ് അവളുടെ ഭാവനയിൽ ഉണ്ടായിരുന്നിരിക്കാം. അവിടെ താഴ്വരയിൽ നിന്ന് താഴ്വരയിലേക്ക് നീങ്ങുന്ന കൃഷിവല സംഘങ്ങളുണ്ട്. ലഘുചിത്തരായി മുളങ്കുഴലൂതി രസിക്കുന്ന ഇടയബാലകരുണ്ട്. പിൻചുമലിലെ ചൂരൽക്കൊട്ടകളിൽ വിറകുകൊള്ളികളുടെ ഭാരവുമായി കുനിഞ്ഞു പോകുന്ന നാടൻ പെണ്ണുങ്ങളുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ അവിടെ എത്തിച്ചേരുമ്പോൾ, തിരിച്ചെത്തുമ്പോൾ ആവാതിരിക്കില്ല. ആ ടിബറ്റ് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നവൾ അറിഞ്ഞിട്ടുണ്ടാകുമോ? കാലത്തിൻ്റെ കാട്ടുപാതയിൽ നിന്ന് ആരോ തള്ളി താഴെയിട്ടു മരിച്ച് ഹിമശൂന്യതയിൽ മരവിച്ചു കിടക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാകുമോ? ലാമ എവിടെ? ഗോങ്പ എവിടെ? തങ്കുകൾ എവിടെ? എല്ലാം കനത്ത ബൂട്ട്സുകളുടെ കീഴിൽ ചതഞ്ഞരഞ്ഞു കിടക്കുന്നു. ലോകത്തിൻ്റെ ആ മോന്തായത്തിൽ പ്രാണവായുവിന് പോലും പാടുപെടേണ്ട ശുഷ്കിച്ച ഗിരിശിഖരങ്ങളിൽ ഒന്നിലെ ഏകാന്ത ശാന്തമായ ഒരു ബുദ്ധവിഹാരത്തിൽ ചുവന്ന സന്യാസ വസ്ത്രങ്ങളുമായി ധ്യാനനിമഗ്നയായിരിക്കുന്ന നിന്നെ കണ്ടെത്താൻ കാലത്തിന് പോലും ആവുകയില്ല. എല്ലാം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഒന്നും പറയാൻ പോയില്ല. എന്തിന് അവളുടെ സ്വപ്നങ്ങളെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്നു? കുറെ കഴിഞ്ഞ് തമാശമട്ടിൽ പറഞ്ഞു, ചുവന്ന സന്യാസവേഷത്തിൽ നീ അതിസുന്ദരിയായിരിക്കും, അത് കാണാൻ വരാം, ദർശനം തരണേ, അനുഗ്രഹം തരണേ. പറഞ്ഞിട്ട് ഒളി കണ്ണിട്ട് നോക്കി. ഇടുങ്ങിയ കണ്ണുകളും പതിഞ്ഞ മൂക്കും തടിച്ച കവിളില്ലുകളും നിർവികാര പരബ്രഹ്മം പോലെ നിന്നു. വാതായനങ്ങളില്ലാത്ത ഒരു ഗോങ്ക പോലെ. ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് ഏതെല്ലാം മാതിരി പെണ്ണുങ്ങളെ കണ്ടതാണ്. കൺവെട്ടിപ്പിടിച്ചു, ഞൊടിക്കുമ്പോൾ കിട്ടി. ചിലപ്പോൾ പിന്നാലെ നടന്ന് കറക്കിയെടുത്തു. മറ്റു ചിലപ്പോൾ പ്രേമാഭ്യർത്ഥന നടത്തി വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുത്തു.
ഒരിക്കൽ ഒരുവൾ ചെകിടത്തടിക്കുക പോലും ഉണ്ടായി. പക്ഷെ അവളെപ്പോലും ഒടുവിൽ ചുളിഞ്ഞ് നനഞ്ഞ മെത്തവിരിയോടൊപ്പം വിഴുപ്പാക്കി മാറ്റി. എന്നാൽ ഈ പരന്ന മുഖത്തിൻ്റെ നിർവികാരതയോട് തോറ്റുപോകുന്നു. ഇളിഭ്യത നിറയുന്നു. ഇളിഭ്യത മറയ്ക്കാനായി സർവവും തൃപ്തമെന്ന ഭാവത്തിൽ പറഞ്ഞു, നാളെ രാവിലെ മടക്കയാത്രയാണ് ജൂലി. മുഖം വികാരശൂന്യതയുടെ ശീതഭൂമിയായി തന്നെ കിടന്നു. ബിസ്ക്കറ്റും ചായയും ബ്രെഡും മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചു. ശരീരാന്തൽ തുടച്ചു കൊളുത്തി പതിവ് പോലെ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പ് വാതിൽ പിന്നിൽ അടയ്ക്കുന്നതിന് മുമ്പ് മഞ്ഞപ്പല്ലുകൾ കാട്ടി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ജൂലി. അന്ന് രാത്രിയിൽ ഉറക്കത്തിൻ്റെ നടുവിൽ അതിഭയങ്കരമായ ശ്വാസം മുട്ടും നെഞ്ചുവേദനയും അനുഭവപ്പെട്ട അയാൾ ഞെട്ടിയുണരുകയുണ്ടായി. കൊടിയ തണുപ്പിൻ്റെ ഭീകരതയിലും വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. വല്ലാത്തൊരു തലവേദനയും. മേൽക്കൂര താണ പൊക്കം കുറഞ്ഞ ഭിത്തികളുള്ള ആ കൊച്ചുമുറിയിൽ പ്രാണവായു തീർന്നു തുടങ്ങിയിരിക്കുന്നു. ആളിക്കത്തിയ തീയും കെടുത്താൻ മറന്നുപോയ ശരറാന്തലും അയാളും കൂടി തീർത്തു കഴിഞ്ഞിരുന്നു. സ്ലീപ്പിംഗ് ബാഗിൽ നിന്ന് ചാടി എഴുന്നേറ്റപ്പോൾ മനസ്സിലായി തീയും റാന്തലും അണഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തപ്പിത്തടഞ്ഞ് മേശപ്പുറത്ത് ബാക്കിയിരുന്ന ചാൻഗ് ഒറ്റവലിക്ക് തീർത്തു. വാതിൽ തുറന്ന് പുറത്തു ചാടി. മഞ്ഞിലുറഞ്ഞ കാറ്റ് മുഖത്ത് സൂചി കുത്തി കയറ്റവേ മുറ്റത്തിറങ്ങി നിന്നു. ക്രമേണ പ്രജ്ഞയുണ്ടായി. അവിസ്മരണീയമായൊരു കാഴ്ചയായിരുന്നു കൺമുമ്പിൽ. ആകാശത്തിൽ ചന്ദ്രനുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നിലാവിൻ്റെ നീലിച്ച നിഴല് പോലത്തെ പ്രകാശം എങ്ങും. പാറയും പർവ്വതങ്ങളും വിദൂരതയിലെ മൃദുല രേഖകൾ പോലെ കിടന്നു. നേരിയ മേഘപാളികളിൽ പോലുമില്ലാത്ത അഗാധ നീലിമയിൽ ഇമവെട്ടാത്ത കണ്ണുകൾ പോലെ തുറച്ചുനിന്ന കൊടാനുകൂടി നക്ഷത്രങ്ങൾ നിശബ്ദതയുടെ നടുക്കടലിൽ താണുപോകുന്നു. സ്വന്തം ഹൃത്സ്പന്ദനം പോലും തണുപ്പിൽ ഉറയുന്നത് പോലെ തോന്നി. മരവിപ്പിക്കുന്ന തണുപ്പ് മുറിക്കുള്ളിലേക്ക് തന്നെ തിരിച്ചു തള്ളിക്കയറ്റുകയായിരുന്നു. വാതിൽ തുറക്കാൻ ഭാവിച്ചപ്പോൾ വരാന്തയുടെ കോണിനോട് ചേർന്നുള്ള ചായ്പിൽ ആരോ ചുരുണ്ടു കിടക്കുന്നു. അടുത്തു ചെന്നപ്പോൾ കുനിഞ്ഞു നോക്കിയപ്പോൾ നീല വെളിച്ചത്തിലൂടെ കണ്ടു. ഇടുങ്ങിയ കണ്ണുകൾ, പതിഞ്ഞ മൂക്ക്, തടിച്ച കവിളിലുകൾ. ജൂലി! അധിക നേരം നോക്കിയില്ല. ഹൃദയം ചടുലതയോടെ ത്രസിക്കുകയും സിരകൾ വീര്യം നേടുകയും ചെയ്തു. എല്ലാം പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു. തമസും തണുപ്പും മറന്നു. ചൂടും ചുരുക്കും മാത്രം ചുഴലി ചുറ്റി. ആ ചുഴലിയിൽ എതിർപ്പുകൾ കുഴഞ്ഞു കുഴഞ്ഞു വീണു. തളർന്നു കിടന്നു. ലഹരി പിടിപ്പിച്ച ധാതുക്കളുടെ ചിഹ്നം വിളിയായിരുന്നു. നിശബ്ദതയുടെ നിഗൂഢതയിൽ വികാരത്തിൻ്റെ കയത്തിൽ അവളിലേക്ക് ഇറങ്ങി ചെന്നു. ഇരുട്ടിൻ്റെ ഇതളുകൾക്കിടയിലൂടെ ഇഴുകി ഇറങ്ങിച്ചെന്നു. ഇമയില്ലാത്ത നക്ഷത്രങ്ങൾ മാത്രം തുറിച്ചു നോക്കി. കൊടുമുടികളുടെ കൂരിരുട്ടിൽ നിന്ന് ഏതോ യക്ഷിയാട്ടത്തിൻ്റെ പ്രാകൃതവാദ്യങ്ങൾ തുടികൊട്ടി മുഴക്കമുണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ചായ ഉണ്ടാക്കിത്തരാൻ അവൾ വരികയുണ്ടായില്ല. പതിവുള്ള ജൂലി എന്ന ശബ്ദവും കേട്ടില്ല. എന്നിട്ടും ചെവിയോർത്ത് കിടന്നു. ഇപ്പോൾ വരും, ഇപ്പോൾ കേൾക്കാം ജൂലി. നേരം വെളുത്തു വന്നിട്ടും കോളനിയിൽ നിന്ന് കോലാഹലം പൊന്തിയിട്ടും താഴത്തെ നിരത്തിൽ നിന്ന് മൃഗങ്ങളുടെയും ഇടയരുടെയും ശബ്ദഘോഷങ്ങൾ കേട്ടു തുടങ്ങിയിട്ടും അവളെ കാണാഞ്ഞപ്പോൾ സംശയമായി. ഇന്നിനി വരികയില്ലെന്നുണ്ടോ? ഇന്നലത്തെ രാത്രിക്ക് ശേഷം മുഖത്ത് നോക്കാൻ ഒരുപക്ഷെ നാണമായിരിക്കും. ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. എന്നാലും 9 മണിക്ക് വിമാനത്താവളത്തിലേക്ക് പോകാനുള്ള ജീപ്പ് വരുമ്പോഴെങ്കിലും എത്താതിരിക്കില്ല. വരുമ്പോൾ സൗഹൃദം നിറഞ്ഞ 10 ദിവസങ്ങൾക്ക് നന്ദി പറയണം. പിന്നെ എന്തെങ്കിലും നൽകണം. യാത്ര പറയണം. മുമ്പ് പാറിപ്പറന്നിട്ടുള്ള പട്ടണങ്ങളിലെങ്ങാനും ആയിരുന്നെങ്കിൽ അവിടുത്തെ നിശാടന സഖികളിലൊന്നോടാണെങ്കിൽ ഉള്ളിൽ തട്ടാത്ത വാക്കുകളോടെ പറയാമായിരുന്നു, ഡാർലിംഗ്, എ പാർട്ടി കിസ് പ്ലീസ്. തീർന്നു പൂർണ്ണവിരാമം. എത്ര പാർട്ടിംഗ് കിസ്സുകൾ, എത്ര പാർട്ടിംഗ് കിക്കുകൾ. പക്ഷെ ഇവൾ ജൂലി ആ കൂട്ടത്തിലൊന്നും ആയിരുന്നില്ലല്ലോ. ടിബറ്റിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് എവിടെയോ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഈ പാവം കൃഷിവല കന്യക. അവൾ വരാതിരിക്കില്ല എന്ന് മനസ്സ് തീർത്തു പറഞ്ഞു. പക്ഷെ അവൾ വന്നില്ല. ജീപ്പിൽ സാധനങ്ങളെല്ലാം അടുക്കി വെച്ച ശേഷം വരാന്തയുടെ കോണിൽ ചെന്ന് കോളനിയിലേക്ക് ഏന്തി നോക്കി. അവിടെ എങ്ങാൻ നിൽക്കുന്നുണ്ടാവുമോ? ഇല്ല, എവിടെയുമില്ല. മുസാവരി ബംഗ്ലാവിലെ ക്ലർക്കിൻ്റെ കയ്യിൽ മുറിയുടെ താക്കോൽ തിരിച്ചേൽപ്പിക്കുമ്പോൾ വെറും സാധാരണമെന്ന മട്ടിൽ പറഞ്ഞു, ഇവിടുത്തെ ജോലിക്കാരിയില്ലയോ ആ ടിബറ്റൻ പെണ്ണ്, അവൾക്ക് കൊടുത്തേക്കൂ. 10 രൂപയും പഴയൊരു കമ്പിളിക്കൂട്ടും അയാളെ ഏൽപ്പിച്ചു. തീർന്നിരിക്കുന്നു. ലഡാക്കും യുദ്ധവും പത്ര റിപ്പോർട്ടും സർവവും. പിന്നെ മുഖം തിരിച്ചറിയാനാവാത്ത ഒരു ടിബറ്റൻ പെണ്ണും. മനസ്സിൻ്റെ താളിൽ ഒരു അടിവരയിട്ടു. സമാപ്തം. ആ താള് മറിച്ചു. ഇന്നു മുതൽ പുതിയ പേജ് തുടങ്ങുന്നു. ജീപ്പ് ഇരുമ്പി കുലുങ്ങി താഴേക്ക് നീങ്ങി. പാറകളും മഞ്ഞുകട്ടകളും നീങ്ങി മാഞ്ഞപ്പോൾ മനസ്സ് വാനമ്പാടിയെപ്പോലെ പറന്നു. പർവ്വതങ്ങളുടെ മടിത്തടത്തിൽ മയങ്ങിക്കിടന്ന ആ കൊച്ചു ടിബറ്റിനോട് പതുക്കെ യാത്ര പറഞ്ഞു. ജൂലി, ജൂലി. പട്ടണത്തിൻ്റെ ഓരത്ത് പഴയ രാജാവിൻ്റെ ഒഴിഞ്ഞ കൊട്ടാരത്തിനടുത്തെത്തിയപ്പോൾ ടയറുകൾ ചതഞ്ഞരഞ്ഞു. ജീപ്പ് പൊടുന്നതിനെ നിന്നു. എന്താണുണ്ടായത്? എന്തു പറ്റി ഡ്രൈവർ? എന്തി വലിഞ്ഞു നോക്കിയ ഡ്രൈവറോട് ആരോ പറയുന്നത് കേട്ടു. ഒരു മരണം.
ചെമ്മരിയാടിനെ മേച്ചു നടന്ന ഏതെങ്കിലും പെണ്ണായിരിക്കാം. കാൽവഴുതി വീണതാവും. ഇന്നലെ കണ്ട മൃതദേഹം ഇതുവരെ നീക്കിയില്ലെന്നാണോ? ഇതെന്ത് നാടാണ്? ഇറങ്ങിച്ചെന്ന് ആൾക്കൂട്ടത്തിനിടയിലൂടെ തിക്കി വലിഞ്ഞു നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. അറിയാതെ തല വലിച്ചുപോയി. നിരത്തിൻ്റെ ചെങ്കുത്തായ ചെരുവിൽ കുന്നുകൾ സന്ധിക്കുന്ന അഗാധതയിൽ വിറങ്ങലിച്ചു കിടക്കുന്നു. മരണം മലർന്നു കിടക്കുന്നു. എല്ലാം ഇന്നലത്തേതുപോലെ തന്നെ. ഇടുങ്ങിയ കണ്ണുകൾ, പതിഞ്ഞ മൂക്ക്, തടിച്ച കവിളല്ലുകളുള്ള പരന്ന മുഖം, തെറിച്ചുപോയിട്ടും ഇനിയും ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു കിടക്കുന്ന ആ വഞ്ചിത്തൊപ്പി പോലും. പക്ഷേ നഗ്നമായ കണങ്കാലിൻ്റെ മുകളിൽ ഒടിഞ്ഞ എല്ലുകൾ കൂടിച്ചേർന്നതിൻ്റെ കറുത്ത കലയില്ലേ? ഇല്ലേ? ഒരിക്കൽ കൂടി നോക്കാൻ ധൈര്യമുണ്ടായില്ല. ജൂലി! ഉള്ളിൽ കടവാതിലുകൾ ചിറകടിച്ചു കിടിലമുണ്ടാക്കി. അവൾ മൂത്ത മകളായിരുന്നില്ല. അവൾക്ക് പരപുരുഷ ബന്ധം പാടുണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളുടെ ഗൃഹാന്തരങ്ങളിൽ നിന്ന് യക്ഷിയാട്ടങ്ങളുടെ കരാളരൂപികളായ കഥാപാത്രങ്ങൾ എമ്പാടും അട്ടഹസിക്കുന്നു. ഒന്ന് തെറ്റിയാൽ, ഒന്ന് പിഴച്ചാൽ ഉൾക്കിടലത്തോടെ ഓടി, ജീപ്പിലേറി പാഞ്ഞു, വിമാനത്തിലേറി പറന്നു, കാർമേഘപാളികളിലൂടെ ഊളിയിട്ടു. വയ്യ, തിരിഞ്ഞു നോക്കാൻ വയ്യ. പാറക്കെട്ടുകളെ പോക, പർവ്വതങ്ങളെ പോക, ഹിമകേദാരങ്ങളെ, ദുർഘട പദങ്ങളെ, അകലെ അകലെ. പക്ഷേ എന്നിട്ടെന്തായി? തിരിഞ്ഞു പാഞ്ഞ് പറന്നിട്ടെന്താണ്? മനസ്സിൻ്റെ കുതിരകൾ കടിഞ്ഞാൻ തെറിപ്പിച്ചൂടി. മുന്നിലും പിന്നിലും എങ്ങും എവിടെയും പർവ്വതങ്ങൾ, പാറക്കെട്ടുകൾ, ടിബറ്റൻ ടങ്കുകളിലെ പ്രാർത്ഥനാലിപികൾ പോലെ വളഞ്ഞും പൊളഞ്ഞും ഇടുങ്ങിയും വീണും കയറിയും ഇഴയുന്ന ചാങ് പാത. അതിൻ്റെ പിൻചുമലിലൂടെ ചൂരൽക്കൊട്ടയിൽ തീരാദുരിതത്തിൻ്റെ നിറഞ്ഞ ഭാരത്തോടെ കുനിഞ്ഞു നടന്നു പോകുന്നു. കുന്നുകൾ താണ്ടി, കുഴികൾ താണ്ടി കടന്നു പോകുന്നു. ഇടതുകാലിൻ്റെ നേരിയ മുടന്ന് വലിച്ചുകൊണ്ട് ഇഴഞ്ഞു പോകുന്നു. ഞങ്ങളുടെ പാപത്തിൻ്റെ ഒടുങ്ങാത്ത കാട്ടുവഴികളിലൂടെ കാലും മുടന്തി ഏന്തി വലിഞ്ഞു പോകുന്നു. എത്താതിരിക്കില്ല, ഒരിക്കൽ എത്താതിരിക്കുകയില്ല. എവിടെ? എവിടെ? ഇല്ലാത്ത സത്രത്തിലേക്ക് ഒരിക്കലും എത്താത്ത യാത്ര. ടിബറ്റിലേക്കുള്ള വഴി ഇനിയും നീണ്ടു നീണ്ടു കിടക്കുന്നു. കഥ പൂർണ്ണമാകുന്നു. ടിബറ്റിലേക്കുള്ള വഴി.